in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നോൻ. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട്, തളരാതെ എന്നും താങ്ങിടുന്നോൻ. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ഈ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു, സ്നേഹസ്വരൂപനെ ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. നന്ദിയോടെന്നും പാടി സ്തുതിക്കുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 28 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിടുവിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 34 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് കയറുന്ന ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. പലവിധ സാഹചര്യത്തിൽ ഇനി ഒരു മറുപടി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘനാളുകളായി ഭാരപ്പെടുകയും ഇനി മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കാരണം ഈ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഈ വചനം നിങ്ങൾ ഏകാഗ്രഹൃദയത്തോടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും 107 സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഇതാ അയക്കപ്പെടുന്ന വചനം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നതാണ്. അങ്ങനെ ഈ പ്രാരംഭ വാക്യത്തിനകത്ത് ഭയത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുമ്പോൾ 34 സങ്കീർത്തനം ആഴമായി ശ്രദ്ധിച്ചു നോക്കിയാൽ 22 വാക്യങ്ങളാണുള്ളത്. ഈ 34 സങ്കീർത്തനത്തിൽ ഈ 22 വാക്യങ്ങളിൽ 4 നിലകളിൽ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്നുള്ളത് വ്യക്തമായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സങ്കീർത്തനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്നെ കേൾക്കുന്നതെങ്കിലും ഈ 4 മേഖലകൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ഒരു വിടുതൽ നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ മുതൽ ഒരു പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ, ഏത് മേഖലയിലാണോ ഭാരപ്പെട്ടത് അതിനകത്തൊരു വിടുതൽ സ്വർഗത്തിലെ ദൈവർക്ക് പകരാൻ പോവുകയാണ്. എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രാരംഭ വാക്യം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുകയാണ്. 34 സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യത്തിനകത്ത് നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. നാം പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമെങ്കിൽ ഈ ബൈബിൾ ആഴമായി പഠിക്കുന്നവർക്കറിയാം, 366 പ്രാവശ്യം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇതാ എന്നോട് പറയുകയാണ്, വിശ്വസിക്ക്, ഞാൻ നിന്റെ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും പലവിധമായ ഭയങ്ങളുണ്ട്. ആ ഭയത്തിൽ നിന്നെല്ലാം ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഏശയ്യാവ് 41 10-ാമത്തെ വാക്യം ഞാൻ ഒരുമിച്ച് നേറ്റു പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ ദൈവം ഭയത്തിൽ നിന്നെ വിടുവിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. അതേ നിലയിൽ തന്നെ അടുത്ത ചിന്തയിലേക്ക് വരുന്നു. 34 സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇതാ ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും
പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൂതനെ അയച്ച് വിടുതൽ തരിക എന്ന് പറയുമ്പോൾ മനുഷ്യനിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന മേഖലകളിൽ ഒന്നുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ ഇതാ കാരാഗ്രഹത്തിൽ ഹെരോദാവ് പൂട്ടിയിരിക്കുകയാണ്. ആർക്കും അവനെ വിടുവിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ അർദ്ധരാത്രിയിൽ ദൂതൻ ഇറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. 1-ാം കാവലും 2-ാം കാവലും ദൂതൻ തുറന്നു കൊടുക്കുകയും പട്ടണവാതിൽ അവൻ്റെ മുമ്പിൽ സ്വതമേ തുറക്കുകയും ചെയ്യാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യന് ചെല്ലാൻ പറ്റാത്തടത്ത് ഇതാ ദൈവദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇതാ വിടുതലുമായി ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുക, എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. എങ്കിൽ 3-ാമത്തെ മേഖലയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നു. 34-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, എൻ്റെ കണ്ണുനീരിന് വിലയുണ്ട്. ഒന്നുകൂടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമം നാം നോക്കിയാൽ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ ഇതാ ഫറവോന്റെ കയ്യിൽ അടിമത്തത്തിൽ നിൽക്കുകയാണ്. ഇതാ അവരെക്കുറിച്ച് വലിയവനായ ദൈവം അരുൾ ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ അരുൾ ചെയ്യുന്നു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. എന്നെ കേൾക്കുന്നവർ, ഈ വചനത്തിനകത്തൊരു വലിയ ഉറപ്പ് വരികയാണ്. ദൈവം ഇസ്രായേൽ മക്കളുടെ കഷ്ടത കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏതൊക്കെയോ ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ വിവിധ നിലകളിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ വചനത്തിൽ ഉറയ്ക്കുക, എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നു എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. അപ്പോൾ നാം വായിച്ചു കേട്ട വാക്യം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എന്നെ കേൾക്കുന്നവരെ, ഈ വാക്യത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയവർ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുക, ഇതൊരു വിടുതലിന്റെ പ്രഭാതമാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഇതാ 4-ാമത്തെ ചിന്തയിലേക്ക് വരുന്നു. 19-ാമത്തെ വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ വചനത്തിന്റെ ഏറ്റവും വലിയ ആഴം ശ്രദ്ധിച്ചു നോക്കിയേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എണ്ണാൻ കഴിയാത്തതാണ്. പക്ഷേ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ലെന്നുള്ള വചനത്തിനകത്ത് വിശ്വസിക്ക്. അനർത്ഥങ്ങളുടെ നടുവിൽ നീ വിളിച്ചു പറയണം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. കാരണം എന്നെ കാക്കുന്ന ദൈവം മയങ്ങാത്തവനാണ്, എന്നെ കാക്കുന്ന ദൈവം ഉറങ്ങാത്തവനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിൻ്റെ ആ കരത്തിനകത്ത്, കർത്താവിൻ്റെ ആ ചിറകിൻ കീഴിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണെന്ന് ഈ പ്രഭാതത്തിൽ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതാ 4 ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചത്. 1, സകല ഭയത്തിൽ നിന്നും. 2, ആരും എന്നെ വിടുവിക്കാൻ ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുകയാണ്. 3, സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. 4, നാം കടന്നു പോകുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക, ഇപ്പോൾ നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ഈ പ്രഭാതം വിടുതലിൻ്റെ പ്രഭാതമാണ് പ്രിയരെ. ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിക്കണം. ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, എല്ലാം മുടങ്ങിയ അനുഭവത്തിനകത്ത്, കല്യാണം മുടങ്ങി, ജോലിയുടെ മേഖലകളിൽ ഭാരപ്പെടുന്നവർ, ഇനി മുമ്പിൽ ഒരു നന്മ കാണത്തില്ലെന്ന് പറയുന്നവർ, എൻ്റെ കൂടെ കണ്ണൊന്ന് അടച്ച് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവം വിടുവിക്കുന്നവനാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ ആ വിടുതലിലേക്ക് തിരിയുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി നന്ദി. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ മേഖലകളിൽ ഭാരപ്പെട്ട് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ കർത്താവെ, ഇന്ന് അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി ചലിച്ചതിനായി നന്ദി. ഇവർക്ക് വേണ്ടി അത്ഭുത വാതിൽ തുറന്നിരിക്കുന്നതിന് നന്ദി. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ടെസ്റ്റ് മണിയുടെ, ഇതൊരു സാക്ഷ്യത്തിൻ്റെ ദിവസമാണ്. എൻ്റെ ദൈവം നാളുകളായി പ്രാർത്ഥിച്ചവന് വേണ്ടി ഇതാ ഒരു വാതിൽ തുറന്നു കൊടുക്കും. കർത്താവ് അത് അത്ഭുതമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകും. നിങ്ങൾക്കറിയാവുന്ന ഒരു ഫ്രണ്ടിനും കൂടെ ഈ മെസ്സേജിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങൾ ഈ മിനിസ്ട്രിക്ക് ഒരു സഹായമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതേ നിലയിൽ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എവിടെ നിന്നാണെങ്കിലും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ട്. വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.